എന്താണ് ഭക്ഷ്യവിഷബാധ? എങ്ങനെയാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ? എങ്ങനെ നമുക്കിതിനെ പ്രതിരോധിക്കാം? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രേഷ്മ ഗീവർഗീസ്. എന്താണ് ഭക്ഷ്യവിഷബാധ? നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെ ബാക്ടീരിയ, ഫംഗൈ മുതലായ കീടാണുക്കൾ കൊണ്ട് മലിനീകരിക്കപ്പെടുന്നതോ അല്ലെങ്കിൽ വിഷാംശമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കഴിക്കുമ്പോഴോ ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ഭക്ഷ്യവിഷബാധ. കൂടുതലായും വേനൽക്കാലത്താണ് ഭക്ഷ്യവിഷബാധകൾ കാണപ്പെടുന്നത്. കാരണം ചൂട് കൂടുന്നതനുസരിച്ച് ഈ കീടാണുക്കൾക്ക് വളരാനുള്ള സാഹചര്യങ്ങൾ ഏറെയാണ്. അതുപോലെ മുതിർന്നവരേക്കാൾ കുട്ടികളെയാണ് ഇത് സാരമായി ബാധിക്കുന്നത്. എങ്ങനെയാണ് ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാകുന്നത്? പലതരം ബാക്ടീരിയാസ്, അതായത് സ്റ്റഫൈലോകോക്കി, സാൽമോണല്ല മുതലായ ബാക്ടീരിയകൾ കൊണ്ടുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ വിഷമുള്ള കൂണ് മുതലായ വിഷമുള്ള സസ്യപദാർത്ഥങ്ങൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ കെമിക്കൽസ്, അതായത് ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം കടലിലേക്ക് മാലിന്യങ്ങൾ എറിയാറുണ്ട്. ഇങ്ങനെ മീനുകളിൽ മെർക്കുറി മൂലം വിഷാംശം ഉണ്ടാകാറുണ്ട്. സോ ഇങ്ങനത്തെ മീനുകൾ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധകൾ, ഫുഡ് പ്രോസസ്സിങ്ങിൽ ചേർക്കുന്ന കെമിക്കൽസ് മൂലമുണ്ടാകുന്ന ഭക്ഷ്യവിഷബാധകൾ, അതായത് കളറിംഗ് ഏജൻറ്റ്സ്, ഫ്ലേവറിംഗ് ഏജൻറ്റ്സ്, അതുപോലെ കൊഴുപ്പുകൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹൈഡ്രോ കാർബൺസ്, അതുപോലെ മാംസം പാകം ചെയ്യുന്ന രീതി. ചില സ്ഥലങ്ങളിലെല്ലാം മാംസം പുകച്ചുപയോഗിക്കാറുണ്ട്. സോ അങ്ങനെ കൃത്യമായി പാകം ചെയ്യാതെ കഴിക്കുന്ന മാംസം വഴി ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധകൾ, ഇങ്ങനെ പല കാരണങ്ങളാൽ ഭക്ഷ്യവിഷബാധകൾ ഉണ്ടാകാറുണ്ട്. എന്തൊക്കെയാണ് ഭക്ഷ്യവിഷബാധയുടെ ലക്ഷണങ്ങൾ? ഓരോ ബാക്ടീരിയാസും ഓരോ ലക്ഷണങ്ങളാണ് പുറപ്പെടുവിക്കാറ്. സാധാരണയായി കണ്ടുവരുന്നത് ഛർദി, ലൂസ് മോഷൻ എന്നിവയാണ്. അതിനു പുറമെ പനിയുടെ ലക്ഷണങ്ങൾ. ഓരോ ബാക്ടീരിയാസും ഓരോ ലക്ഷണങ്ങളാണ് പുറപ്പെടുവിക്കാറ്. സാധാരണയായി കണ്ടുവരുന്നത് ഛർദി, ലൂസ് മോഷൻ എന്നിവയാണ്. അതിനു പുറമെ പനി, വയറ് കൊളുത്തിപ്പിടിച്ച വേദന, അതുപോലെ ചില ബാക്ടീരിയാസ് നാഡീവ്യൂഹങ്ങളെ ബാധിച്ചേക്കാം, ചിലപ്പോൾ മരണം വരെ സംഭവിച്ചേക്കാം. എങ്ങനെ നമുക്ക് ഭക്ഷ്യവിഷബാധയെ പ്രതിരോധിക്കാം? നമ്മൾ ആഹാര പദാർത്ഥങ്ങൾ കളക്ട് ചെയ്ത് അവ തീന്മേശയിൽ എത്തുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബാക്ടീരിയാസും രോഗം പരത്തുന്നത് വ്യത്യസ്തമായ രീതികളിലാണ്. സാധാരണയായ മൃഗങ്ങളിൽ കണ്ടുവരുന്നതാണ് സാൽമോണല്ല. ഇവ മനുഷ്യരിലേക്ക് പകരുന്നത് പഴകിയ മാംസം, അതുപോലെ പാലുൽപ്പന്നങ്ങൾ, മുട്ട മുതലായവയിൽ നിന്നാണ്. ഈ സാൽമോണല്ല ബാക്ടീരിയ എലികളിലൂടെയും മനുഷ്യരിലേക്ക് പകരാറുണ്ട്. സ്റ്റഫൈലോകോക്കോ എന്ന ബാക്ടീരിയ സാധാരണയായി മനുഷ്യരുടെ തൊലിപ്പുറത്ത്, അതുപോലെ മൂക്കിൽ, തൊണ്ടയിൽ ഇവിടങ്ങളിലെല്ലാം കാണാറുണ്ട്. ഭക്ഷണം പാകം ചെയ്യുമ്പോൾ കൈകൾ വൃത്തിയായി കഴുകുക, അതുപോലെ ഭക്ഷണം വിളമ്പുമ്പോഴും കൈകൾ വൃത്തിയായി കഴുകുക. പിന്നെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ തുമ്മുകയോ ചുമയ്ക്കുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിലും ഈ ഇൻഫെക്ഷൻസ് ഫുഡിലേക്ക് പടരാനുള്ള സാധ്യതകൾ ഏറെയാണ്. ചില ബാക്ടീരിയകൾ ഭക്ഷണ പദാർത്ഥങ്ങളിൽ കടന്നാൽ വിഷാംശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. തലേ ദിവസം ഉണ്ടാക്കി വെച്ച ഇറച്ചിക്കറികൾ, മുട്ടക്കറികൾ എന്നിവ പിറ്റേ ദിവസം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ തൊട്ട് മുൻപേ ചൂടാക്കി കഴിക്കുമ്പോൾ ഈ ഭക്ഷണത്തിലുള്ള ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ ചൂടാക്കിയ ഭക്ഷണം നന്നായി തണുക്കാതെ നമ്മൾ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കുകയാണെങ്കിലും ഈ ബാക്ടീരിയകൾ മൾട്ടിപ്ലൈ ചെയ്യാറുണ്ട്. എപ്പോഴും റെഫ്രിജറേറ്ററിൻ്റെ ടെമ്പറേച്ചർ 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയും, അതുപോലെ ഫ്രീസറിൻ്റെ ടെമ്പറേച്ചർ -18 ഡിഗ്രിക്ക് താഴെയും സൂക്ഷിക്കുക. അതുപോലെ മുട്ട റെഫ്രിജറേറ്ററിൻ്റെ ഡോറിൽ സൂക്ഷിക്കാതെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ മുട്ട പാകം ചെയ്യുമ്പോൾ പകുതി വേവിക്കാതെ മുട്ടയുടെ മഞ്ഞയും വെള്ളയും പൂർണ്ണമായി വെന്തു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം കഴിക്കുക. അതുപോലെ വേവിച്ച് വെച്ചിരിക്കുന്ന മാംസം 1-2 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക. പച്ച ഇറച്ചി 2-3 ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാതിരിക്കുക. അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികളെല്ലാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോൾ തുറന്ന് വയ്ക്കാതെ ഒരു പാത്രത്തിൽ അടച്ചു വെച്ച് മാത്രം സൂക്ഷിക്കുക. ഇറച്ചികൾ ഫ്രീസറിൽ സൂക്ഷിക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മാത്രം സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. വെള്ളത്തിൽ ഈക്കോളൈ എന്ന ബാക്ടീരിയ മൂലം പലതരം അസുഖങ്ങൾ ഉണ്ടാകാറുണ്ട്.
ചില ബാക്ടീരിയാസ് മണ്ണിലും അതുപോലെ വായുവിലും കാണാറുണ്ട്. ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ നമ്മൾ തുറസായ സ്ഥലത്ത് ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഭക്ഷണത്തിലേക്ക് വന്നു പിടിക്കുകയും നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് കഴിവതും നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ കഴിവതും വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. ദയവ് ചെയ്ത് പഴകിയ ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക. അതുപോലെ ഇറച്ചി, മുട്ട, മത്സ്യം എന്നിവ പാകം ചെയ്യുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ വേവിച്ച് പാകം ചെയ്യുക. ഒരിക്കലും മാംസം പുകച്ച് വേവിക്കാതിരിക്കുക. നല്ല തീയിൽ തന്നെ വേവിക്കുക. അതുപോലെ തുറസായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇറച്ചി വെട്ടുമ്പോൾ ബാക്ടീരിയാസ് എല്ലാം ഇറച്ചിയിലേക്ക് പറ്റിപ്പിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് നന്നായി കഴുകി പാകം ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. എല്ലാവരും നന്നായി കെയർ ചെയ്യുക. ഫുഡ് പോയ്സണിങ് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കുക. എല്ലാവരും വൃത്തിയുള്ള സാഹചര്യങ്ങളിൽ മാത്രം ഭക്ഷണം കഴിക്കുക. ഫാസ്റ്റ് ഫുഡ്സ് ഒഴിവാക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഫാസ്റ്റ് ഫുഡ്സ് ഒന്നും ഈ വേനൽക്കാലത്ത് കൊടുക്കാതിരിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.